ബേപ്പൂർ സുൽത്താൻ എന്ന പ്രസിദ്ധനായ ഒരു സാഹിത്യകാരൻ നമ്മുടെ നാട്ടിലുണ്ട്. അദ്ദേഹം ബേപ്പൂർ സ്വദേശിയായിരുന്നില്ല. ഇവിടെ ഈ കോട്ടയം ജില്ലയിലെ വൈക്കത്തിനടുത്ത് തലയോലപ്പറമ്പ് സ്വദേശിയായിരുന്നു. പുള്ളിയുടെ പേര് വൈക്കം മുഹമ്മദ് ബഷീർ എന്നായിരുന്നു. ഈ വൈക്കം മുഹമ്മദ് ബഷീർ കോഴിക്കോട്ട് പോവുകയും അവിടെ ബേപ്പൂരിൽ നിന്ന് കല്യാണം കഴിക്കുകയും അവിടെ സ്ഥലം മേടിച്ച് താമസിക്കുകയും ചെയ്തതിന് ശേഷമാണ് ബേപ്പൂർ സുൽത്താൻ എന്ന പേരിൽ കേരളത്തിൽ പ്രസിദ്ധനായത്. ഒരു ഘട്ടത്തിൽ ആളുകൾ ഇദ്ദേഹത്തിൻ്റെ സ്വദേശം ബേപ്പൂരാണ് എന്ന് പോലും തെറ്റിദ്ധരിച്ചു. ഇപ്പോൾ ഇത് ഓർക്കാൻ കാര്യം എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ ഒരുപാട് കഥാപാത്രങ്ങളുണ്ട്. ആനവാരി രാമൻ നായർ, പൊൻകുരിശ് തോമ, മണ്ടം മുത്തപ്പ, എട്ടുകാലി മമ്മൂഞ്ഞ്, ഇങ്ങനെ മറ്റ് പല കഥാപാത്രങ്ങളുണ്ട്. അതിൽ ഈ പ്രസിദ്ധനായ ഒരു കഥാപാത്രമാണ് എട്ടുകാലി മമ്മൂഞ്ഞ്. നാട്ടിൽ ഏതെങ്കിലും സ്ത്രീ ഗർഭവതിയായി എന്ന് അറിഞ്ഞാൽ മമ്മൂഞ്ഞ് പറയും അത് ഞമ്മളാണ്. അപ്പോൾ നാട്ടിൽ ജനിക്കുന്ന എല്ലാ കുട്ടികളുടെയും പിതൃത്വം സ്വയം അവകാശപ്പെട്ടുകൊണ്ട് നടന്ന ആ വിഖ്യാത കഥാപാത്രമാണ് എട്ടുകാലി മമ്മൂഞ്ഞ്. പിന്നീട് ഈ ദേശാഭിമാനി പത്രം ബേപ്പൂർ സുൽത്താൻ എന്ന് വിശേഷിപ്പിച്ച ഒരു യുവ രാഷ്ട്രീയ നേതാവുണ്ട്. അദ്ദേഹത്തിന് പേര് മുഹമ്മദ് റിയാസ് എന്നാണ്. മറ്റത് മുഹമ്മദ് ബഷീറാണെങ്കിൽ ഇത് മുഹമ്മദ് റിയാസാണ്. ഇദ്ദേഹം കോഴിക്കോട് സ്വദേശിയാണ്. ഡിവൈഎഫ്ഐയുടെ കോഴിക്കോട് ജില്ലാ പ്രസിഡൻ്റായിരുന്നു. പിന്നീട് അഖില ലോക പ്രസിഡൻ്റായി. ആ പ്രസിഡന്റ് പദവിയിലിരിക്കുമ്പോൾ കേരള ചക്രവർത്തി പിണറായി മഹാരാജാവിൻ്റെ മകളെ രണ്ടാം കെട്ട് കെട്ടി. അതോടെ അദ്ദേഹത്തിൻ്റെ ഭാഗ്യനക്ഷത്രം അത്യുച്ച സ്ഥായിയിലെത്തി. പുള്ളി അടുത്ത തെരഞ്ഞെടുപ്പിൽ ബേപ്പൂർ മണ്ഡലത്തിൽ മത്സരിക്കുകയും വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കുകയും അതിനെ തുടർന്ന് ബേപ്പൂർ സുൽത്താൻ എന്ന് പാർട്ടി പത്രത്താൽ വിശേഷിപ്പിക്കപ്പെടുന്നു. രണ്ടുപേരും തമ്മിലുള്ള ബന്ധം ഇത് മാത്രമാണ്. പിന്നെ ഒരു ബന്ധമുള്ളതെന്ന് വെച്ചാൽ ഈ പഴയ എട്ടുകാലി മമ്മൂഞ്ഞിൻ്റെ അതേ സ്വഭാവമാണ് നമ്മുടെ ഇപ്പോഴത്തെ മമ്മൂഞ്ഞ്, അതായത് മുഹമ്മദ് റിയാസിനോട്. ഈ നാഷണൽ ഹൈവേ അതോറിറ്റി വലിയ സംഖ്യ മുടക്കി പണിയിച്ച നാഷണൽ ഹൈവേയുടെയൊക്കെ പിതൃത്വം ഇദ്ദേഹം ഏറ്റെടുക്കും. ഈ പണി ചെയ്യുന്നത് നാഷണൽ ഹൈവേ അതോറിറ്റിയാണ്, അതിന് പണം മുടക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ്റാണ്. അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട മന്ത്രി കേന്ദ്രത്തിൽ നിതിൻ ഗഡ്കരി എന്ന് പറഞ്ഞ ഒരു വിദ്വാനാണ്. ആ നാഷണൽ ഹൈവേ എന്ന് പറയുമ്പോൾ തന്നെ അറിയാമല്ലോ, പണം മുടക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ്റാണ്. കേരള ഗവൺമെൻറ് ആകെ ചെയ്യുന്നത് ഈ നാഷണൽ ഹൈവേ വികസനത്തിന് വേണ്ട സ്ഥലം എടുത്തു കൊടുക്കലാണ്. സ്ഥലം ഏറ്റെടുത്ത് നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് കൈമാറും. പണി നടത്തുന്നത് മുഴുവൻ അവരാണ്, ഗുണത്തിനാണെങ്കിലും ദോഷത്തിനാണെങ്കിലും. ഈ പണി നന്നായാൽ അതിൻ്റെ ഗുണം അവർക്കാണ്, പണി ദോഷമായാലും അതിൻ്റെ ദോഷം അവർക്കാണ്. രണ്ടായാലും ഇതിൽ കേരള സർക്കാരിന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. നമ്മുടെ മരാമത്ത് വകുപ്പിന് പ്രത്യേകിച്ച് യാതൊന്നും തന്നെ ചെയ്യാനില്ല. മരാമത്ത് മന്ത്രിക്കും ഒന്നും ചെയ്യാനില്ല. പക്ഷേ നാട്ടിൽ ഏത് റോഡ് ആര് ടാറിട്ടാലും അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയും അവിടെ കൊണ്ടുവന്ന് ഫ്ലെക്സ് വയ്ക്കുകയും ചെയ്യുന്ന ജോലിയാണ് നമ്മുടെ അഭിനവ് എട്ടുകാലി മമ്മൂഞ്ഞ് സഖാവ് മുഹമ്മദ് റിയാസിനോട്. ഇത് നാഷണൽ ഹൈവേ ആവണമെന്നില്ല, പഞ്ചായത്ത് റോഡായാലും മതി. എവിടെ റോഡ് കണ്ടാലും അവിടെ മന്ത്രിയുടെ പടം വെച്ച് ഫ്ലെക്സ് അടിക്കും. മന്ത്രിയുടെ മാത്രമല്ല കേട്ടോ, അമ്മായിയപ്പൻ്റെ പടം കൂടി വെക്കും. അമ്മായിയപ്പൻ ആൻ്റെ മരുമോൻ ടീമിൻ്റെ ഫ്ലെക്സ് വയ്ക്കും, അല്ലെങ്കിൽ പോസ്റ്റ് അടിച്ച് കൂട്ടി. ഇങ്ങനെ ഈ നാട്ടിൽ മുഴുവൻ ഈ രണ്ട് മമ്മൂഞ്ഞിമാർ ഒരേ സമയത്ത് ഇങ്ങനെ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ തൃശ്ശൂർ പൂരത്തിന് പോയെന്ന് വെച്ചു, അവിടെ ഒരു ഫ്ലെക്സ് ഉണ്ടാവും. തൃശ്ശൂർ പൂരത്തിന് 10 ലക്ഷം രൂപ അനുവദിച്ച ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസിനും പുള്ളിയുടെ അമ്മായിയപ്പൻ സഖാവ് പിണറായി വിജയനും അഭിവാദ്യങ്ങൾ എന്ന്. അപ്പോൾ ഇതാണ് പുള്ളിയുടെ ഒരു രീതി. തൃശ്ശൂർ പൂരായാലും ശരിയാണ്, അതിമഹാകാളങ്കാവ് വേലയാണെങ്കിലും ശരിയാണ്, ടൂറിസം വകുപ്പിൻ്റെ കീഴിൽ പുള്ളി ഒരു ഫ്ലെക്സ് അടിക്കും. അപ്പോൾ ഇങ്ങനെ പുള്ളിയുടെ ഫ്ലെക്സിൽ തട്ടിയിട്ട് ഇപ്പോൾ ആളുകൾക്ക് വഴിയടക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പോൾ നാഷണൽ ഹൈവേയുടെ പണി പൂർത്തിയായി അത് ഗതാഗതത്തിന് തുറന്നു കൊടുക്കുക വെച്ചാൽ സ്വാഭാവികമായിട്ടും കളിക്കവളം മുതൽക്ക് ഹോസങ്കടി വരെ എല്ലാ സ്ഥലത്തും കൊച്ചുമുതലാളിയുടെ ഫ്ലെക്സ് വയ്ക്കും. ഇവിടെ സംഭവിച്ചത് തന്നെയാണ്. മാത്രമല്ല പുള്ളി ടെലിവിഷൻ ചാനലിലൊക്കെ വന്നിട്ട് അത് നമ്മളാണ് എന്ന് പ്രഖ്യാപിച്ചു. സ്ഥലം ഏറ്റെടുത്ത് കൊടുത്ത് മാത്രമല്ല, പണിയുടെ എല്ലാ ഘട്ടത്തിലും മന്ത്രി സഖാവ് നേരിട്ടും അമ്മായിയപ്പ സഖാവ് വേറെയും പിന്നെ PWDയിലെ എഞ്ചിനീയർ സഖാക്കന്മാർ പ്രത്യേകമായിട്ടും ഒക്കെ മേൽനോട്ടം വഹിച്ചു, പരിശോധന നടത്തി. നാഷണൽ ഹൈവേ നല്ല മൊഞ്ചായിട്ടുണ്ട്, നല്ല മൊഞ്ചും സീനത്തുമുണ്ട്, നല്ല ബലമുണ്ട് എന്നൊക്കെ ബോധ്യപ്പെട്ടു. ഫ്ലെക്സും വച്ചു. 66-ാം നമ്പർ നാഷണൽ ഹൈവേ യാഥാർത്ഥ്യമാക്കിയ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിനും മരാമത്ത് മന്ത്രി എട്ടുകാലി മമ്മൂഞ്ഞിനും അഭിവാദ്യങ്ങൾ എന്ന് ഫ്ലെക്സ് ബോർഡ് വെച്ചു. അങ്ങനെ ഫ്ലെക്സ് ബോർഡ് വെച്ച് കഷ്ടകാലത്തിന് അതിൻ്റെ 2ാം ദിവസം എന്ന് വെച്ചാൽ ഈ പുതിയതായിട്ട് ഉണ്ടാക്കിയ നാഷണൽ ഹൈവേയുടെ പല സ്ഥലത്തും
ഇത് ഇടിയാൻ തുടങ്ങി. ചിലയിടത്ത് അതിൻ്റെ ആ ചുറ്റുമതിലിടിഞ്ഞ് താഴേക്ക് പോയി. ചില സ്ഥലത്ത് റോഡിൻ്റെ നടുക്ക് ആ ഗംഭീരമായ ഗർത്തങ്ങൾ ഉണ്ടായി, വിള്ളലുകളുണ്ടായി. പണ്ട് ഈ പാലരവട്ടം പാലം കുഴപ്പത്തിലായപ്പോൾ അന്നത്തെ മന്ത്രിയായിരുന്ന നമ്മുടെ ഇബ്രാഹിം കുഞ്ഞിനെ ആളുകൾ പഞ്ചവടി പാലം എന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിച്ചു. അതൊക്കെ എത്ര നിസ്സാരമായിരുന്നു. ഇബ്രാഹിം കുഞ്ഞിൻ്റെ അവസാനത്തെ ഒരു കൊല്ലത്തിലാണ് 400 പാലമാണ് പണിഞ്ഞത്. ആകെ ഒരു പാലത്തിനെ കുഴപ്പമിട്ടുള്ളത്, അത് പാലരവട്ടം പാലമാണ്. ഇവിടുത്തെ എല്ലാ TV ചാനലുകളുടെ കൊച്ചി ബ്യൂറോ പ്രവർത്തിക്കുന്നത് ഈ എടപ്പള്ളി ബൈപ്പാസിലാണ്, അതായത് ഈ പാലരവട്ടം പാലത്തിൻ്റെ പരിസരത്താണ്. ഏഷ്യാനെറ്റിൻ്റെ സ്റ്റുഡിയോ കൃത്യമായിട്ട് അതിൻ്റെ മുമ്പിൽ തന്നെയാണ്. ഇന്ത്യ വിഷൻ ഉണ്ടായിരുന്നപ്പോൾ അതും അതിൻ്റെ തൊട്ടപ്പുറത്താണ് ഉണ്ടായിരുന്നത്. ഒരു സമയത്ത് മീഡിയ വണ്ണിൻ്റെ ബ്യൂറോയും അവിടെ തന്നെയായിരുന്നു, സ്റ്റുഡിയോയും അവിടെയായിരുന്നു. കൈരളിയുടെ അതിൻ്റെ തൊട്ടപ്പുറത്താണ്. കുറച്ചും കൂടി അപ്പുറത്തേക്ക് മാറി അരൂരാണ് മനോരമയുടെ ഹെഡ് ഓഫീസ് തന്നെ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇത്തരം TV ചാനലുകളുടെ മൂക്കിന് താഴെയാണ് പാലരവട്ടം പാലം പൊളിഞ്ഞത് എന്നുള്ളതുകൊണ്ട് ഇതിന് ഭയങ്കരമായ പബ്ലിസിറ്റി കിട്ടി. കേരള ചരിത്രത്തിൽ ആദ്യമായിട്ടല്ല ഒരു പാലം പൊളിയത്. ഏതായാലും പാവ ഇബ്രാഹിം കുഞ്ഞിനും UDF സർക്കാരിനും അന്നത്തെ മരാമത്ത് വകുപ്പ് സെക്രട്ടറിക്കും ചീഫ് എഞ്ചിനീയർക്കൊക്കെ തീരാത്ത ദുഷ്പേര് അതുകൊണ്ടുണ്ടായി. അത് വെച്ച് നോക്കുമ്പോൾ അതിനേക്കാൾ എത്രയോ ഭയങ്കരമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. നാഷണൽ ഹൈവേ എവിടെയൊക്കെ ഉയരം കൂട്ടിയോ, എവിടെയൊക്കെ വീതി കൂട്ടിയോ, എവിടെയൊക്കെ പുതിയതായിട്ട് ടാർ ചെയ്തു, അത് മുഴുവനും പൊളിഞ്ഞ് പാളീസായി. നമുക്കറിയാം ഇത് കേന്ദ്രത്തിൻ്റെ കുഴപ്പമാണ്. മന്ത്രി നിതിൻ ഗഡ്കരിയുടെ കീഴിലുള്ള ഉപരിതല ഗതാഗത വകുപ്പിൻ്റെ കുഴപ്പം കൊണ്ടാണ് ഇതിൻ്റെ മേൽനോട്ടം ശരിയാകാതെ പോയത്. നാഷണൽ ഹൈവേ അതോറിറ്റി എന്ന് പറഞ്ഞ ഒറ്റയ്ക്കൊരു സ്ഥാപനത്തിൻ്റെ കൊള്ളതായ കൊണ്ട് കെടുകാര്യ സുഖം കൊണ്ടാണ് സംഭവിച്ചത്. പക്ഷേ പാവം മരുമോനിത് അറിയില്ല. എട്ടുകാരി മമ്മൂഞ്ചി വിചാരിച്ച് ഈ റോഡ് വളരെ ജില്ലായിട്ടുണ്ട്. ഇത് ഒരു കാലത്ത് പൊളിയുകയില്ല. മാത്രമല്ല അടുത്ത കൊല്ലം തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകണം. കേന്ദ്രം പണിയിച്ച റോഡാണ്, നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ റോഡാണ്, ഗഡ്കരിയുടെ റോഡാണ് എന്ന് വെച്ച് മരുമോൻ്റെ ഫ്ലെക്സ് കാണുമ്പോൾ നല്ലവരായ പാർട്ടി സഖാക്കളെങ്കിലും വിചാരിക്കും ഇത് നമ്മുടെ മന്ത്രി ഉണ്ടാക്കിയതാണ്, നമ്മുടെ PWD ഉണ്ടാക്കിയതാണ്, നമ്മുടെ മരുമോൻ സഖാവിൻ്റെയാണ്, നമ്മുടെ മമ്മൂഞ്ചിൻ്റെയാണ് എന്ന് കരുതി അവർ കോരിത്തരിച്ച് അടുത്ത തെരഞ്ഞെടുപ്പിന് ക്യൂ നിന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കൂട്ടി. ജയിച്ചു കഴിയുമ്പോൾ അമ്മോശൻ മാറുകയും മരുമോനെ ആ സ്ഥാനത്ത് കൂട്ടുകയും ചെയ്യും എന്നാണ്. പക്ഷേ എന്ത് ഈ തള്ളലിൻ്റെ ശക്തി കൊണ്ടാണോന്ന് അറിയില്ല, വിള്ളൽ ഭയങ്കരമായിട്ടുണ്ടായി. തള്ളൽ കൂടുമ്പോൾ വിള്ളൽ വർദ്ധിക്കും എന്നാണ്. ആ വിള്ളൽ വർദ്ധിക്കുമ്പോൾ തള്ളലില്ലാതെയാകും. ഏതായാലും ഇപ്പോൾ മരുമോൻ പറയുന്നത് ഞമ്മക്ക് ഇതിൻ്റെ അകത്ത് യാതൊരു പങ്കുമില്ല, നമ്മൾ ഈ നാട്ടുകാരനല്ല, നമ്മൾ മാവിലായിക്കാരനാണ്, ഈ ഗർഭത്തിൽ നമുക്ക് യാതൊരു ഉത്തരവാദിത്വമില്ല, എൻ്റെ ഗർഭം ഇങ്ങനെയല്ല എന്നാണ്. അങ്ങനെ 2-4 ദിനം കൊണ്ട് ഒരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നത് ഭവാൻ എന്ന് പറഞ്ഞത് ഇദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ വളരെ ശരിയായി. 2-4 ദിനം കൊണ്ടൊരുത്തനെ തള്ളലേറ്റി നടത്തിയതും ഭവാൻ, മാളികപ്പുറം ഏറിയ മൻ്റെ തോളിൽ മാറാപ്പ് കയറ്റിയതും ഭവാൻ. ഈ ഭവാൻ ആൾ ചില്ലറക്കാരനൊന്നും അല്ല കേട്ടോ. ഏതായാലും എട്ടുകാലി മമ്മൂഞ്ഞിൻ്റെ വംശം കൂറ്റിയായിട്ട് പോയിട്ടില്ല എന്ന് നമ്മളെയൊക്കെ ബോധ്യപ്പെടുത്തിയ മന്ത്രി പുങ്കവന് എന്താണ് വിദൂര നമസ്കാരം എന്നല്ലാതെ ഒന്നും പറയാനില്ല. ലാൽ സലാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.